അപ്പോൾ കുട്ടി ശ്രാങ്ക് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് മരണപ്പെട്ട് വെള്ളത്തിൽ വീണ് മരിച്ചു കിടക്കുന്ന സുരേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആശാനെ നോക്കി കരയുന്ന പാഞ്ചി എന്ന് പറയുന്ന ക്യാരക്ടർ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് വന്ന് സ്ക്രിപ്റ്റ് പറഞ്ഞു നമ്മൾ ചെയ്ത് ഞങ്ങൾക്ക് തീരുമാനിച്ച് സെറ്റിൽ പോകുന്നു. അപ്പോൾ ഒരു പുഴയുടെ തീരത്താണ്, വലിയൊരു പുഴയുടെ തീരത്താണ്. അപ്പോൾ ഡയറക്ടർ പിന്നെ അസോസിയേറ്റിനോട് ഷഹീറിനോട് ചോദിക്കുന്നു, ഷഹീറെ പാഞ്ചി അങ്ങനെ നീന്തി വരാൻ പറ്റുമോ എന്ന് ചോദിക്കണേ. അപ്പോൾ എന്നോടൊന്ന് ചോദിക്കണേ, സാറ് പറയണ ഇങ്ങനെ പുഴയിൽ ഇങ്ങനെ നീന്തി വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് നീന്തി വരാൻ പറ്റും എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് മാറണേണ്. അപ്പോൾ അതുപോലെ പല സിനിമകളും ചെയ്യുന്ന ആൾ ആ സമയത്ത് നമ്മൾ പലരും സത്യനന്ദിക്കാടനെ പോലുള്ള അല്ലെങ്കിൽ വലിയ വലിയ ആളുകൾ, ഈ ശ്രീനിവാസനെ പോലുള്ള ആളുകൾ, അങ്ങനെ മഹാനടന്മാരുടെ അന്നേരം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് വരികയാണത്. അപ്പം അതൊരിക്കലും നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്കണമല്ല. അപ്പോൾ അത് ഭയങ്കര വെല്ലുവിളിയായിരിക്കും അങ്ങനെ ചെയ്യാന്നുള്ളത്. അവിടെ സമയമില്ലല്ലോ. നമ്മൾ പറയുന്ന സംഗതികൾ ഒരു 4, 3, 5 ടേക്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ടേക്കിൽ അറിയില്ല. എത്രയും ചുരുങ്ങിയ സമയത്ത് ഡയറക്ടർക്ക് വേണ്ടത് എന്താണോ അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു ആക്ടർക്ക് സിനിമക്കകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാത്തൊരു ആക്ടർക്ക് സിനിമക്കകത്ത് നിൽക്കാൻ പറ്റില്ല. പക്ഷെ അതിന് അവസരങ്ങൾ വേണം. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം അങ്ങനെയാണത്.